തൃശൂർ പാലിപ്പള്ളിയിൽ കാട്ടാന മാലിന്യക്കുഴിയിൽ വീണു. ആളൊഴിഞ്ഞ വീടിന്റെ പുരയിടത്തിലെ മാലിന്യക്കുഴിയിൽ ഇന്നു രാവിലെയാണ് ആന വീണത്. വനം വകുപ്പ് അധികൃതരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ദൃശ്യങ്ങളിൽ അതെന്നെ കണ്ടില്ല. ഞാൻ ഇറച്ചി മേടിക്കാൻ പോയിക്കായിരുന്നു. ഞാൻ ചായ കുടിച്ച കയ്യുള്ള സമയം അപ്പോൾ വീട്ടിൽ വന്നപ്പോ ബഷീറൊക്കെ വിളിച്ചിട്ട് അത് തിരിച്ചു കിട്ടണില്ല. എവിടെ അറിയാൻ വേണ്ടിട്ട് അപ്പൊ കിട്ടില്ല. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? നോക്കണ്ടവൻ വള്ളിമേലെ കുടിച്ചു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇന്ന് രാവിലെ 6:30 പാലപ്പള്ളിയിൽ ഈ മൊയ്തീൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ മാലിന്യക്കുഴി, അതായത് കക്കൂസ് കുഴിയാണ്. ഈ പറമ്പിലൂടെ ആന നടന്നപ്പോൾ അവിടേക്ക് ഈ സ്ലാബ് തകർന്ന് കുഴിയിൽ വീണതായാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 6:30 ആനയെ ഈ കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തല കീഴായാണ് ആന ഇപ്പോൾ കുഴിക്കുള്ളിൽ കിടക്കുന്നത്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും വരന്തരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരും ചേർന്നാണ് ആനയെ പുറത്തെത്താനുള്ള ശ്രമം നടത്തുന്നത്. പറമ്പിൽ മറ്റൊരു കുഴി കുഴിച്ച് വടം ഉപയോഗിച്ച് ആനയെ പുറത്തെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഈ പ്രദേശം ഈ എനിക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ്. വരന്തരപ്പള്ളിക്ക് അടുത്തുള്ള പാലപ്പള്ളിയിലുള്ള എനിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ കുഴിയിൽ വീണ നിലയിൽ ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. വനമേഖലയാണ്, ആദിവാസി മേഖലയാണ്. നിരന്തരം ആനശല്യം ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ആന ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. പക്ഷെ ഒരു ആന ആദ്യമായിട്ടാണ് ഈ മേഖലയിലെത്തി അപകടത്തിൽപ്പെടുന്നത്. കുട്ടിയാനയാണ്, വലിയ പ്രായമില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. വനമേഖലയായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കടക്കം ഇവിടേക്ക് എത്തുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൂടി പരിഹരിച്ചതിന് ശേഷമായിരിക്കും ആനയെ പുറത്തെത്തിക്കാനുള്ള നീക്കങ്ങൾ പൂർത്തീകരിക്കാനാകുക. ഏതായാലും പോലീസും ഫയർഫോഴ്സും മറ്റ് ജീവനക്കാരും നാട്ടുകാരും തദ്ദേശീയരായിട്ടുള്ള ജനപ്രതിനിധികളും അടക്കം ഇവിടെയുണ്ട്. ആനയെ വേഗത്തിൽ തന്നെ പുറത്തെത്തിക്കാമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ആന തലകീഴായാണ് കിടക്കുന്നത്. 2 കാലുകൾ ഈ കുഴിക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ആനയെ പുറത്തെത്തിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാനാകൂ. അതുകൊണ്ട് തന്നെ വെറ്റിനറി ഡോക്ടറുടെ അടക്കം സാന്നിധ്യം വനംവകുപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏതായാലും ആനയെ പുറത്തെത്തിക്കാനുള്ള പരിശ്രമം പുരോഗമിക്കുകയാണ്. ശരി ലെവിൻ.